ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു മമ്മൂസ്. ഞാൻ ഷെമീസ്. അസ്സലാമു അലൈക്കും. നല്ല തിരക്കിലാണ്. ഇന്നലെയൊക്കെ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ വീഡിയോ ഇട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ശരിക്കും മര്യാദക്ക് കമൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ബൈക്ക് കമൻറ്റ് കൊടുത്തിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നമ്മളിഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തർ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഒരു മറുപടി കൊടുക്കാതെ പോവല്. അപ്പോൾ ആർക്കെങ്കിലും മറുപടി തരാതെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. തിരക്കൊണ്ടാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ തന്നെയാണ്, എന്നാലും പറയാണ്. അൽഹംദുലില്ലാ ഡെയിലി അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓർഡർ വരുന്ന ചോദിക്കുന്നവർക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. അപ്പോൾ വന്നതൊന്നും എന്താക്കട്ടെ, ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് അത്യാവശ്യം ഓർഡേഴ്സ് തകിടം മറിഞ്ഞ് വന്നിട്ടുണ്ട്. 100-200 ആളുകൾക്ക് അയക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് മാഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു ബിസിയിൽ നമ്മൾ ഗ്രൂപ്പിലും കൂടി പോയിട്ട് ഫോട്ടോ ഇടലും വാങ്ങലും കൂടി ആയിക്കഴിഞ്ഞാൽ നടക്കൂല വെച്ചിട്ടാണ് ആർക്കും റിപ്ലൈ തരാത്തത്. പിന്നെ എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശല്യപ്പെടുത്തി വിളിക്കരുത്. അയച്ചോ, കിട്ടിയില്ല, അങ്ങനെ ഇങ്ങനെ. ഇത് കണ്ട നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളിത് പ്രിൻ്റ് എടുക്കാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അഡ്രസ്സൊക്കെ ഇതൊക്കെ പാക്കിയ സിസ്റ്റം കേട്ടോ, അതിനെ പറ്റി പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് അയക്കാനിരിക്കണം. നിങ്ങൾ ഒരാളല്ല ഇത് അയച്ചോ ചോദിക്കണം. അപ്പോൾ ഒരാളോട് അയച്ചു എന്ന് പറയുന്ന നേരം ഒരാൾ അഡ്രസ്സ് എനിക്കിവിടെ എഴുതാ പാക്കാക്കാം. അതുകൊണ്ടാണ് കണ്ടില്ല എന്ന് നടിച്ചിട്ട് പോണത്. പിന്നെ ഞാനിതാ ഈ ഒരു പീസ് ഉണ്ട് എന്ന് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പീസ് മാത്രം നമുക്കിപ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി എടുക്കാം. കാരണം ഇത് ഒരുപാട് 60 പീസ് ഞാൻ ഇറക്കിയതാണ് മെഞ്ഞാന്ന് തന്നെ. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടല്ലേ, ഇതിനു മുമ്പ് ഇറക്കിപ്പോയത്. അപ്പോൾ ഈ ഒരു പീസ് ആണെങ്കിൽ ഇത് ക്ലിയർ ഇല്ല. ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടിട്ടോ. ഇതിപ്പോൾ സമയം മരുവാൻ ഏകദേശം വൈകുന്നേരം 5 മണിയൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചക്കുറവുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധനം ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിൻ്റെ വില 550 രൂപയാണ്. അപ്പോൾ സാധനം ഏതാ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അറിയാത്തവർ, അപ്പോൾ അത് മാത്രം അറിയാത്തവരാണെങ്കിൽ ഇന്നലെ ഇട്ട വീഡിയോ ഒന്ന് പോയി വെക്കുക കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു ഐറ്റവും ഇനി എനിക്ക് ഉറപ്പറിയാൻ പറ്റും. കുറച്ചും കൂടി പീസ് ബാലൻസ് ഉണ്ട്, ഒരുപാടല്ല എന്നാലും ഉണ്ട്. ഇതും എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നല്ല കിടക്കാച്ചി മാക്സികളാണ് കേട്ടോ. ഇതൊന്നും ഈ ഒരു ഇരുട്ടത്ത് പോലെ ഞാൻ കാണിച്ചിട്ട് അതിൻ്റെ ഒരു ഗുമ്മ് ഇല്ല. എന്നാലും ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിക്കണേ. ഇപ്പോൾ ചെറിയൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട്. പോകുന്നൊന്നല്ല കേട്ടോ, കാരണം ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന മാക്സി പോയി കഴിഞ്ഞാൽ നമുക്ക് കമ്പനിക്കെതിരെ പരാതി കൊടുത്തുവിടും. കാരണം ഇത് കമ്പനി മാക്സികളാണ്, അല്ലാതെ ഏതെങ്കിലും നമ്മൾ ഇത് പിന്നെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടാക്കിയിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് തയ്ച്ച് വരുന്നതല്ല. എത്രയോ വർഷങ്ങളായിട്ടുള്ള കമ്പനി മാക്സിയാണ്. അപ്പോൾ ഈ ഒരു 2 പ്രിൻ്റ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ പുതിയത് അപ്ഡേഷൻ കൊടുക്കാത്തത്. സാധനം ഉണ്ട്, ആൾക്കാരതൊക്കെ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ധൃതി നിങ്ങൾ പിടിക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ കൂടെ ഒരു ക്ഷമ പറച്ചിലും കൂടി ഞാൻ നടത്തുന്നുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞു തന്നെ കേട്ടോ താത്ത. എന്നാലും നമ്മുടെ ആദ്യത്തെ ഓർഡറൊക്കെ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോ പറഞ്ഞതാണ്, കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അതെന്താ കാരണം വെച്ചാൽ നമ്മൾ ആ മഴേൻ്റെ സമയത്ത് റെഡ് സോണൊക്കെ വന്നില്ലായിരുന്നോ, റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ടൊക്കെ വന്നില്ലായിരുന്നു. ആ ഒരു ടൈമിലെടുത്ത ഓർഡറിൽ കൊറിയർ എനിക്കിവിടെ കിട്ടാൻ വഴുകി. ഞാൻ അവിടെ നിന്ന് ഹോൾസെയിലിന് ഓർഡർ എടുത്തിട്ടാണ് നിങ്ങൾക്ക് വിൽക്കുന്നത്. ഇത് മാക്സി വാങ്ങിയവർക്കറിയാം ഈ റേറ്റ് വളരെ ചീപ്പ് റേറ്റിലാണ് ഇത് കിട്ടുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ട് തന്നെ ഞാൻ കൊടുക്കണേ. എൻ്റെ ഐറ്റംസ് ഒക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അവിടുന്ന് വരുന്നതിനനുസരിച്ചിട്ടും അല്ലെ പേക്കാക്കുന്നതിനനുസരിച്ച് 10-5 കൊണ്ടുപോയി കൊടുത്ത പിന്നെ എനിക്ക് എന്തെങ്കിലും അതിൽ കിട്ടണ്ടേ. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ അഫോർഡബിൾ പ്രൈസ്, വില 30 രൂപയ്ക്ക് ട്രൗസർ വിറ്റത് 50 രൂപയ്ക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് അറിയാം. 300 രൂപയ്ക്ക്, 100 രൂപയ്ക്ക്, 50 രൂപയ്ക്ക്. ഈ മാക്സി ആണെങ്കിൽ 550 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്രത്തോളം എനിക്ക് ലാഭം കിട്ടുന്നുണ്ടാവും എന്നുള്ളത് ഈ ഡ്രസ്സ് എടുത്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇത്രയും വിലക്കുറവ്, ഇത്രയും നല്ല തുണി എനിക്ക് കിട്ടിയല്ലോ എന്ന് എടുത്തവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വിലക്കുറവിന് കിട്ടണം, നിങ്ങൾ തന്ന പിറ്റേ തന്നെ സാധനം കിട്ടുവാണെന്ന് വെച്ചാൽ നടക്കൂല. പക്ഷെ ഇപ്പോൾ സിസ്റ്റമൊക്കെ മാറ്റം. അന്നത്തെ ഡിലേ ഇന്നിനി വരൂല, അന്ന് സംഭവിച്ച് ഇന്നിനി വരൂല. അതെന്താന്ന് വെച്ചാൽ അന്ന് എനിക്കറിയില്ല ഇത്രയും ഓർഡർ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ച് സ്റ്റോക്ക് ഇറക്കിയ ഐറ്റംസ് ക്ലിയറൻസ് ഇട്ടു, അതെല്ലാവർക്കും കൊടുത്തപ്പം ആ വീഡിയോ ഹിറ്റായി. അത് കിട്ടിയപ്പോൾ എല്ലാവർക്കും ഇനിയും വേണം. അപ്പം ഞാൻ അവരുടെ അടുത്ത് കളക്ഷൻ്റെ ഫോട്ടോ വാങ്ങിയതാണ്. അത് അന്ന് തന്നെ 10-80 ഓർഡർ അങ്ങോട്ട് കിട്ടിയപ്പം നമ്മളെ കയ്യിൽ പാക്കിംഗ് കവർ കുറവാണ്. പിന്നെ ആണെങ്കിലോ പെന്നും കടലാസും എടുത്തിട്ട് എഴുതി ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാനാണ് കൊടുക്കുന്നത് ഈ ചെയ്യുന്നൊക്കെ. അപ്പോൾ പിന്നെ ഇത് ആരത് എന്തെന്നൊക്കെ എഴുതി വെക്കുകയാണ്. ഇങ്ങനത്തൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയി. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് പരിചയം വരിക. അങ്ങനെ ഡിലേ ആയി. പിന്നെ അതൊന്നും കൂടി എളുപ്പമാക്കാൻ വേണ്ടി ഞങ്ങൾ എന്താക്കി ഫ്രമും ഞങ്ങളുടെ ബോട്ടിക്കിൻ്റെ പേരും നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും അടിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ 2 മാത്രം എഴുതിയാൽ മതിയല്ലോ. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തപ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്പീഡായി. ഇപ്പം അൽഹംദുലില്ലാ അതൊന്നും കൂടി ഞാൻ സ്പീഡാക്കി. എങ്ങനെയെന്നറിയോ,
എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ അങ്ങോട്ടേക്ക് ഓൾറെഡി പൈസ കൊടുത്ത് ബുക്കാക്കി വെക്കുകയാണ്. അപ്പോൾ 2-3 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ ഞാൻ 50-100 പീസ് ഓർഡർ എടുത്തിട്ടാണ് ഇവരുടെ അയക്കുന്നത്. അപ്പോൾ ഈ 2-3 ദിവസം അത് ഈ ഓർഡർ ആക്കാൻ നിൽക്കുന്ന സമയം ഇനി വേണ്ട. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റ് 10 കളർ 10 സെറ്റ് 20 സെറ്റ് 50 സെറ്റ്. ഇപ്പോൾ ഈ ബ്ലൂ ഒരുപാട് ഇതും അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടിയപ്പോൾ ഞാൻ ഇതും ഒരു 10-20 സെറ്റ് എടുത്ത് വെച്ചു. മറ്റു നമ്മൾ ബ്ലൂ 50 പീസ് എടുത്ത് വെച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായി, ആ ഒരു ഡിലേ ഓർഡർ ഞാൻ പിടിക്കുന്ന 50 ഓർഡർ ഞാൻ പിടിക്കുന്ന ഡിലേ, അതായത് ഒന്നാമത് ഓർഡർ ആക്കിയ ആൾക്ക് ഈ 38ാമത് ഓർഡർ ആക്കിയ ആൾക്കും കുറച്ച് ഡിഫറൻറ്റ് വരും അല്ലേ. ഒരു ദിവസം 2 ദിവസം അതിൽ കൂടുതലില്ല. അപ്പോൾ അത് അങ്ങോട്ടൊക്കെ ഒഴിവാക്കി ഞാൻ ചെയ്തു. പിന്നെ നമ്മൾ പ്രിന്റ് കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ നമ്മൾ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഫ്രമും ടൂവും വെച്ചിട്ട് തന്നെ പ്രിന്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പം പിന്നെ നമുക്ക് എഴുതി ഉണ്ടാക്കേണ്ട പരിപാടിയില്ല. അതിനെക്കൂടി ഇപ്പോൾ ഒന്നും കൂടി കാര്യങ്ങൾ എളുപ്പമായി. എന്താ, ആ പീസ് എൻ്റെ മുന്നിൽ ഇരിക്കുകയല്ലേ. അപ്പം പിന്നെ അതിനൊന്നും എടുക്കുന്നത് പാക്കറ്റാക്കുന്ന വിൽക്കുന്നത്. ടൈം പോകുന്നുണ്ട്, എന്നാലും മാറിപ്പോവാനുള്ള ചാൻസ് ഇല്ല, ഡിലേ ആവാനുള്ള ചാൻസ് ഇല്ല, ഒന്നിനുമില്ല. എന്നാലൊരു 5 days നിങ്ങളൊന്ന് ഒരു മനസ്സിലാക്കി നിങ്ങൾ വെക്കുക. പക്ഷെ കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയും, ഞാൻ അവിടുന്ന് ഓർഡർ ചെയ്തിട്ട് 2 ദിവസം കൊണ്ട് കിട്ടി, ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ട് 2 ദിവസം കൊണ്ട്. ആ സെറ്റപ്പിലേക്കൊന്നും ഞാൻ ആയിട്ടില്ല. ഞാൻ എത്ര തവണയാണ് പറഞ്ഞത്, ആ സെറ്റപ്പിലേക്കൊന്നും ഞാൻ ആയിട്ടില്ല. ഒരുപാട് കളക്ഷൻസ് ഹ്യൂജ്. ഇപ്പോൾ ഈ ഒരു പീസ് തന്നെ 100 ഇറക്കി എന്നിട്ട് ഓൺലൈനിലിട്ട് സ്റ്റാഫിനൊക്കെ വെച്ചിട്ട് ഓർഡർ കിട്ടുമ്പോൾ തന്നെ പ്രിന്റ് വാങ്ങിക്കുക, പ്രിന്റ് മെഷീൻ വാങ്ങിക്കുക, പ്രിന്റ് ചെയ്യാനുള്ളൊരു സ്റ്റാഫിനെ ഉണ്ടാക്കി വെക്കുക. അപ്പം തന്നെ അവർ പ്രിന്റ് എടുക്കുന്ന സാധനം പേക്കാക്കുന്ന അയക്കുന്ന, അതൊക്കെ കുറച്ചും കൂടി ഞാൻ ആവട്ടെ. പക്ഷേ നിങ്ങൾക്കൊരിക്കലും അവിടെ നിന്നൊന്നും ഈ വിലക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ടാവില്ല, കിട്ടില്ല, ഉറപ്പാണ് എനിക്കത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ക്വാളിറ്റി പ്രിന്റ് ഞാൻ പറയില്ല, സെയിം പ്രിന്റിൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഈ പിന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് വാങ്ങുന്നിടത്ത് തന്നെ ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയും അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ക്വാളിറ്റി ഞാൻ തരുന്നൊരു ക്വാളിറ്റിയിൽ ഇത്ര അഫോർഡബിൾ പ്രൈസിൽ ആരും തരില്ല. ടോപ്പുകളായിക്കോട്ടെ 150 രൂപ 200 രൂപക്കൊക്കെ ഞാൻ കൊടുക്കുന്നത്. എൻ്റെ അടുത്തുള്ള ഐറ്റംസ് സ്റ്റോക്ക് ക്ലിയറൻസ് ആണെങ്കിൽ കൂടി പുത്തൻ സാധനങ്ങൾ ഞാൻ എനിക്ക് തോന്നിയ വിലക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം നിങ്ങൾ ക്ഷമിക്കുക. ഒരു 5 ദിവസം അതിൽ കൂടുതൽ ഞാൻ പറയില്ല. മുമ്പത്തെ ആൾക്കാരോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണ്, പൊരുത്തപ്പെട്ടില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നുപോയി. ഒരു ടീമിന് 2 പാർസൽ പോയിട്ടുണ്ട്, വേറെ മാറിപ്പോയിട്ടുണ്ട്. കാരണം ഇത് പേനയും ബുക്ക് കൊടുത്തിട്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ ഒരു പ്രിന്റ് ഒരാൾ ബുക്ക് ചെയ്യുക, ഈ ഒരു പ്രിന്റ് ഒരാൾ ബുക്ക് ചെയ്യും, വേറെ പ്രിന്റ് ഒരാൾ ബുക്ക് ചെയ്യുക, മറ്റേ പ്രിന്റ് ഒരാൾ ബുക്ക് ചെയ്യും, അങ്ങനെ ഓരോ പ്രിന്റ് ഓരോരുത്തർ ബുക്ക് ചെയ്യുക. അപ്പം അത് ഇന്ന പോലെ ഇന്ന കോഡ് ഇങ്ങനെയൊക്കെ ആയിട്ട് പരിചയക്കുറവുണ്ട്. അതായത് ഓൺലൈൻ ചെയ്യാത്ത ആളല്ല ഞാൻ. പക്ഷെ അന്ന് നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു, നമ്മുടെ കളക്ഷൻസ് മൈൻഡ് കറക്റ്റ് ആയിരുന്നു. ഇങ്ങനെ നെയ്റ്റ് ഇന്ന പ്രിന്റ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കയ്യിലെ കളക്ഷൻ എടുത്ത് അയക്കുമ്പോൾ ഇത് ഇപ്പത്ത് പറഞ്ഞ പോലെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഒന്നും കൂടി പറയാൻ വേണ്ടി വന്നാൽ, പക്ഷെ എത്ര പറഞ്ഞിട്ടും ആൾക്കാർക്ക് കാര്യമില്ല. അയച്ചാത്ത എന്നാൽ ഒന്നും ഞാൻ പറയുമ്പോഴൊന്ന് ഗ്രൂപ്പിൽ നിന്നാണ് ഈ മക്കളെ. ഗ്രൂപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഞാൻ കറക്റ്റ് ഓരോ വോയിസ് അതിട്ട് ശ്രദ്ധിക്കാനും പറ്റില്ല. പിന്നെ ചില ആൾക്കാർ റഫായി സംസാരിക്കുന്നേ. ഇപ്പം എന്താണ്, അതായത് ഓരോ പൈസയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അവരെ പൈസ എൻ്റെ കയ്യിലിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഞാൻ വാങ്ങുന്നത്. ഞാൻ അത്രയ്ക്കൊരു ലോ ആയിട്ട് ലൈഫിൽ കഴിയുന്ന ആളൊന്നല്ല, അങ്ങനെ ലോ അല്ല ഞാൻ. അത്യാവശ്യം എന്താ പറയുക സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കരുതിയിട്ട് പിന്നെ ഞാൻ വലിയ ആൾ നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് വീട്ടിലിരുന്നിട്ടാണെങ്കിലും ശരി, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. വെറുതെ ഇരിക്കരുത്, എന്തെങ്കിലും ചെയ്ത് 10 രൂപ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് പുറത്താണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം സാധനങ്ങൾ എടുത്ത് വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്കും കുറഞ്ഞ റേറ്റിൽ കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ തുടങ്ങിയത്. അല്ലാണ്ട് നിങ്ങൾ ഒരു നെയ്റ്റി കച്ചവടം ചെയ്യുന്ന ഒരാൾ ഒരു ഫ്രീ എന്തോ ഒരു മാരിക്കൊക്കെ സംസാരിക്കുന്ന കുറേ ടീമുണ്ട്. ഞാൻ ഓൾറെഡി ഇവരെ ഓരോരുത്തരോട് പറയാൻ വയ്യ. അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടോ. എൻ്റെ വർത്താനം കേൾക്കാനൊക്കെ വേണ്ടി വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ഞാനാ വന്നിട്ട് അവരായിരിക്കട്ടെ ഇവർക്ക് എപ്പോൾ നോക്കുക ഇതൊക്കെ തന്നെ പറയാനുള്ളൂ എന്ന്. എല്ലാവരോട് വർത്താനം പറയാനുണ്ട്. ഏതായാലും നിങ്ങൾ ദുആയിലൊക്കെ എന്നെ ഉൾപ്പെടുത്തുക. ഒന്ന് വരാൻ കൊതിയായിട്ടൊന്ന് വന്നതാണ്. ഇന്ന് രാത്രിത്തോട് കൂടിയിട്ട് നമ്മൾ ഓർഡർ എടുത്തതൊക്കെ അങ്ങോട്ട് കഴിയും. പിന്നെ അൽഹംദുലില്ലാ കഴിയും. എന്താക്കും, പാക്കിങ് കഴിഞ്ഞു. നാളെ മുതൽ ഒന്നും കൂടി ഫ്രീ ആവും. പക്ഷെ നാളെ മുതൽ ഞാൻ വേറെ കുറച്ച് പ്ലാനും കൂടി മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇത് 10, 20, 30 പ്രിൻ്റൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഡിലേ വരുന്നത്. ഇനി നമുക്ക് ഒരു 4-5 പാറ്റേൺ മാത്രം കൊടുത്തുകൊണ്ടും ടോപ്പ് ചെയ്യുന്ന ദിവസം ടോപ്പ് മാത്രം ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. 150 രൂപ എൻ്റെ കയ്യിൽ ടോപ്പ്. നെയ്റ്റിക്ക് മാത്രമേ എൻ്റെ റേറ്റുള്ളൂ. കാരണം നെയ്റ്റ് ഞാൻ ചെയ്യുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നെയ്റ്റിയാണ്. പിന്നെ 250 കുറച്ച് പീസ് കയ്യിൽ വന്നിട്ടുണ്ട്. അത് പിന്നെ വേറൊരു കഥയാണ്. ഈ കുറഞ്ഞ റേറ്റിന് വേണം എന്നൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കൊടുവായൂർ മാക്സി
കുറച്ച് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും സെറ്റ് എടുത്തപ്പോൾ കുറേ പീസ് ആക്കിയിട്ട് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ 1, 2, 3 ആൾക്കാരല്ലേ കഷ്ടപ്പാട് പറഞ്ഞിട്ട് വരുന്നത്. പിന്നെ അവരുടെ പ്രൊഡക്റ്റ് ഒന്ന് എന്നോട് വിറ്റെടുക്കും. നിങ്ങൾ ഗ്രൂപ്പിൽ കുറേ ആൾക്കാരില്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും വേറെ ഉണ്ട്. എനിക്കും പൈസ കിട്ടേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുക, അപ്പം ഞാൻ എൻ്റെ റൂട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വേറെ കാര്യങ്ങൾ ഇടയ്ക്ക് കയറ്റുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇതാണ് സാധനം വാങ്ങിയ ആൾക്കാർ 5 ദിവസം വെയിറ്റ് ചെയ്യുക. ഇതിന് മുന്നേ ഓൾറെഡി വാങ്ങി അതായത് ഈ ഒരു 3-4 ദിവസം കൊണ്ട് ഓർഡർ തന്നവരതല്ല കേട്ടോ. അതിന് മുന്നേ ഓർഡർ തന്നവരത് ഡിലേ ആയി പോയിട്ടുണ്ട്. പൊരുത്തപ്പെട്ടില്ല. ഇതൊക്കെ പറയാനാ വന്നത്. പിന്നെ നിങ്ങളൊക്കെ ഒന്ന് കാണാനും കൂടിയാണ് വന്നത്. രാവിലെ ഇരുത്താണ്. അതിൻ്റെ ഇടയിൽ ഒന്ന് കഴിക്കാൻ പോയി വന്ന് മമ്മൂസിന് 2 അടി കൊടുത്തിട്ട് അവന് ഉറങ്ങിപ്പോയിക്കുന്നത്. മോളുണ്ട് താഴെ പോയിട്ട് ഇരിക്കുന്നത്. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ ഇതൊക്കെ തന്നെ. ഈ പീസ് ഇനിയൊരു 10-12 പീസും കൂടി ഇത് ബാലൻസ് കിട്ടുക. നമ്മളെ ഗ്രീന് ഇത് അത് വേണം. ഇതിന് വേണ്ടി മാത്രം ഓർഡർ ആക്കുക. പിന്നെ നിങ്ങൾ ഇങ്ങനെ അയച്ചോ ചോദിക്കണ്ട. ഇപ്പോൾ ഓർഡർ തന്നവർ കേട്ടോ, മുന്നേ തന്നവരല്ലേ, അവർ ചോദിച്ചോളിയേ. പക്ഷെ ഇങ്ങനെ കോൾ അടിച്ചുകൊണ്ട് ചോദിക്കേണ്ട. കാരണം ഞാൻ രാത്രി കിടക്കുമ്പോൾ എന്തെന്നാണെങ്കിലും നിങ്ങളത് എല്ലാം നോക്കും. അപ്പം ഞാൻ ഓർഡർ കൊടുത്ത ടീം, എനിക്ക് എൻ്റെ അടുത്ത് ഓർഡർ എടുത്ത ടീമിൻ്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ കേൾക്കാതെ നിൽക്കില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്താ, അപ്പോൾ നല്ല മാക്സി കളക്ഷൻസ് ഉണ്ട്. ദുബായ് മാക്സി എന്നും പറയാം. വിത്ത് ഷോളുള്ളതാണ്. 550 രൂപ. ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ്, അൽഫൈൻ ക്ലോത്തിലാണ്. കോട്ടൺ ഉണ്ടോ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചു. കോട്ടനും ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന കോട്ടൺ അത് 360 രൂപ 390 രൂപ റേറ്റിലാണ്. പിന്നെ ഷോൾ ഇല്ലാത്തതുണ്ട്. ഒക്കെ കാണുന്നുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളി. ജോയിൻ ചെയ്ത ഉടനെ പിന്നെ ഗ്രൂപ്പ് 2 ആക്കിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഫുള്ളായിട്ടോ ഫസ്റ്റത്തെ ഫുള്ളായിപ്പോയി. അപ്പോൾ ഞാൻ ഫോട്ടോ ഇടുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. ജോയിൻ ചെയ്തോണ്ട് എനിക്കിതങ്ങനെ മെസ്സേജ് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. കാരണം ഞാൻ എല്ലാവരോടും ഒരുപോലെ ഓർഡർ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയട്ടെ. ഇനി വെയ്യാവോ, എൻ്റെ കാലൊക്കെ തടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ നിങ്ങളെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞോ? മഴ ഉണ്ടോ? ഇന്നിപ്പോൾ ഇവിടെ മൂടി മഴയൊക്കെ പെയ്ത്. ഇന്നലെ നല്ല വെയിലേനും. ഞാൻ ടയേർഡാണ്. എൻ്റെ വർത്താനം കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എവിടേക്കോ ആണ് എൻ്റെ മൈൻഡുള്ളത്. എൻ്റെ മൈൻഡ് വേറൊന്നല്ല. ഇതൊക്കെ ഒന്ന് പാക്കാക്കി ഇവർക്ക് ഇതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ എന്നുള്ളൊരു മൈൻഡിലിരിക്കുകയാണ്. അപ്പം എന്നാൽ ഇന്ന് ശരി, ഒന്ന് കാണാൻ വേണ്ടി വന്നാട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്തിടുക, ഒരു കമൻറ്റൊക്കെ തരിക. നമ്മൾ മാക്സിമം കാര്യങ്ങളൊക്കെ ബാക്കോട്ടൊക്കെ എടുത്ത് പോയി കാണാൻ പറ്റും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിടുക. ഞാൻ ഗ്രൂപ്പിൽ കാര്യങ്ങൾ പറയും. ഓർഡർ തന്നവരത് പഠിച്ചാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പിന്നെ കയ്യിൽ കിട്ടുന്ന സാധനം കിട്ടുന്നവരെ പോവാതെക്കുക. ഒരു 5 ദിവസത്തിൽ കൂടുതലൊന്നും ആവൂല, അതിനുള്ളിൽ തന്നെ കിട്ടും. ഇതിന് മുന്നത്തെ അല്ല ഇന്നത്തെ ആൾക്കാരോടാണ്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാണ്ട് ഒരു മിനിറ്റ്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നർവെയേഴ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കേട്ടോ. പാൻറ്റീസും അവൈലബിൾ ആണ്. കാരണം നമ്മൾ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ കടയിലൊക്കെ പോയിട്ട് വാങ്ങാൻ മടിയുള്ളവരുണ്ട്. മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലർക്ക് മടിയുള്ളവരുണ്ട്, ചിലപ്പോൾ പോകാൻ പറ്റാത്തവരുണ്ടാവും. എനിക്ക് തോന്നുന്നത് എത്ര സെൻറ്റിമീറ്ററിൻ്റെയൊക്കെ വന്നേ ഞാൻ നോക്കിയിട്ടില്ല. 85, 90, 95 ആ ഒരു സൈസിലൊക്കെ തന്നെ തോന്നുന്നു പാൻറ്റീസാണിത്. 100 രൂപയാണ്. ഇനിയിപ്പോൾ ഇതും കൂടി എൻ്റെ കയ്യിലുണ്ടാവും. ഇതൊന്ന് കാണിച്ചു തരുന്നതിന് മടിയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നിത്യോപയോഗ സാധനം തന്നെയാണ്. നെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നല്ല കോട്ടൻ്റെ ഇത് വന്നിട്ടുണ്ട്. അത് കൂടാതെ ഇത് വന്നിട്ട് 40-ലാണ് ഇങ്ങനത്തെ കോട്ടൺ റൗണ്ട് സ്റ്റിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. 40-ൽ കോട്ടൻ്റെ റൗണ്ട് സ്റ്റിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 100 രൂപ. നല്ല ക്വാളിറ്റി ലൈറ്റാണ് കേട്ടോ. 100 രൂപക്ക് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാതെ 40-ന് താഴെയുള്ളവർക്ക് ബെന്നി ക്ലോത്തിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. 100 രൂപ. ഇനിയിപ്പോൾ ഇതിൽ ചോപ്പുണ്ടാകാത്ത, മഞ്ഞ ഉണ്ടാകാത്ത, നീരുണ്ടാകാത്ത, എനിക്ക് ചോപ്പില്ല മഞ്ഞല്ല എന്നൊന്നും പറഞ്ഞു വരല്ല കേട്ടോ. ഈ ചോപ്പ് ചെട്ടി, നീലച്ചട്ടി, വലിച്ചട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ ആരെങ്കിലുമൊക്കെ ഏതൊക്കെ എടുത്താൽ ഞാൻ അത് നോക്കി കിടക്കാം. എനിക്ക് വയ്യ. ചൈനാത്ത ചെടി ഇട്ടോളി. നല്ല ചെടി വന്നിട്ടുണ്ട്. വായോന്ന് വെറും നെറ്റി മാത്രം ഇട്ടാൽ മതിയോ? അപ്പോൾ ഇത് പിന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ കാണിക്കേണ്ട ആവശ്യമൊന്നും ഇത് കണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡബിൾ സ്റ്റിച്ചൊക്കെ വരുന്നത് നല്ല സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ. ഇത് വന്നിട്ട് 30 സൈസാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. 30, 32, 34, 36, 38, 40 മാത്രം കോട്ടൺ. ബാക്കിയല്ല ഒരുവിധം എല്ലാ കളേഴ്സും ഉണ്ട്. ഇത് സെറ്റ് എടുക്കുകയാണെങ്കിൽ സെറ്റ് എടുക്കാം. ഒരു കുഴപ്പമില്ല. സെറ്റ് എടുക്കുമ്പോൾ റേറ്റ് കുറച്ച് തരും. 12 പീസാണ് വരുന്നത്. കളർ മിക്സിങ് കിട്ടൂല. നല്ല കളേഴ്സാട്ടോ. ഇങ്ങനത്തെ കളറിലൊക്കെ ഡ്രസ്സ് കിട്ടണമെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ?
ഇനി ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കോ അങ്ങനെ ചോദിക്കണ്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ റഫ് ഫോട്ടോ ഒക്കെ തരാം അങ്ങനെയൊക്കെ. പിന്നെന്താ, പോസ്റ്റ് ഓഫീസ് ഇല്ല, DTDC മാത്രം. പിന്നെ ഇത് കണ്ടല്ലോ നിങ്ങൾ, ഇതും എല്ലാ സൈസും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ തന്നെയാണ്. പാക്ക് കണ്ടില്ലെങ്കിൽ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. 100 രൂപയുള്ളൂ. വേണമെന്നുള്ളവരെന്തൊക്കെ ഇനിയിപ്പോൾ മാക്സിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ. ഇനി പിന്നെ കുട്ടികൾക്ക് അടിയിലിടാൻ പറ്റിയ പലാസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 70 രൂപ 80 രൂപേൻ്റെയൊക്കെ പലാസ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നാളെ വീഡിയോ ഇട്ടുതരാം. ഇന്നിപ്പോൾ ഈ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. മറിയത്തെയും കൈസൊക്കെ ചിരിക്കുക. എന്താ നിങ്ങൾ ചിരിക്കുന്നേ? ഇതിപ്പോൾ നമ്മൾ ഇടാത്ത സാധനം ഒന്നല്ലല്ലോ. ഇതിടാതെ ഇപ്പോൾ ഇതിടാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ ഇടുന്ന തന്നെയാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെയാണ് ആവശ്യക്കാർ കൂടുതലല്ല. ശരിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്കറിയാം, നിങ്ങളിതൊക്കെ കാണുന്ന ആരൊക്കെയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ എന്താ സാധനം ഉണ്ട്. 100 രൂപ. ഏത് സൈസാണ് വേണ്ടത് പറഞ്ഞാൽ മതി. ആ സൈസ് ഞാൻ അപ്പോൾ അവൈലബിൾ. ഒറ്റ ഫോട്ടോ റഫ് ഫോട്ടോ ഇരിക്കും കേട്ടോ. കാണുമ്പോൾ ഒരു വൃത്തിയായിട്ടുള്ളൊരു നല്ല ഭംഗിയിലൊന്നും എടുത്തിടാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ ഇട്ട് കാണിച്ചു തരാനും പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ കിട്ടുതരാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇട്ട് കാണിച്ചു തരാമെന്ന് പറയരുത് കേട്ടോ, അത് മാത്രം നടക്കൂല. പിന്നെന്താ, അപ്പോൾ ഇതുകൊണ്ട് പലാസോ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അസറക് പ്രിൻറ്റ്. ഞാൻ റേറ്റ് പറയാൻ മറന്നുപോയ സാധനം. നല്ല തുണിയിൽ, നല്ല സോഫ്റ്റ് തുണിയിൽ 250 രൂപക്ക് വന്നിട്ടുണ്ട്. 150 രൂപ ടോപ്പുകളുണ്ട്. ഒക്കെ കാണിച്ചു തരാണ്ട്. ആദ്യം ഈ ഭയങ്കര അടങ്ങിയിറക്കില്ല. അപ്പോൾ ഇതൊന്നും കൊണ്ട് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ സോറിയും പറഞ്ഞിരിക്കാമല്ലോ. ഒരുപാടുണ്ട്. ഇത് കണ്ടില്ല ഇങ്ങനെ. ഇതൊക്കെ സിംഗിൾ കേട്ടോ. ഷോളില്ലാത്ത റയോൺ മാക്സി ഉണ്ട് കേട്ടോ. റേറ്റും ഉണ്ട്. എൻ്റെ കയ്യിൽ റേറ്റ് കുറഞ്ഞതില്ല, കാരണം അതിൻ്റെ ക്വാളിറ്റി ക്ലോത്തിനുണ്ട്. ഇത് വന്നിട്ട് എത്ര 450 അങ്ങനെ എന്തോ ആണ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ തുണി അമ്മാതിരി തുണിയാണ്, മനസ്സിലായോ? അല്ലാതെ സാധാ കോട്ടൻ്റെ വരുന്നതല്ല. ഇത് ഇനി വന്നിട്ട് 2 പീസായിട്ടേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും എടുത്തതാണേ. നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തിട്ട്. ഇപ്പോൾ വെളിച്ചക്കുറവിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇത് കാണിച്ചെന്നാലൊന്നും ക്ലിയർ ആവില്ല. പിന്നെ ഈ 2 പ്രിൻറ്റ് വേണ്ടവർ, നല്ല സാധനം. ഇതും 550 രൂപ പ്ലസ് ഷിപ്പിങ്. ഇതൊന്നും പ്രിൻറ്റ് വാങ്ങി പോകുന്നത് ഒന്നും അല്ല കേട്ടോ. നല്ല കരിനീലയാണ് വരുന്നത്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇവർ തന്ന ഫോട്ടോ നല്ല ഭംഗിയിലാണുള്ളത്. അപ്പം കുറേ നേരം അപ്പം എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല ഞാൻ. ശരി പോട്ടെ. ഒന്ന് എണീച്ച് ഒന്ന് കിടക്കണം. ആ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ഇതയക്കുന്നത്, ബാങ്ക് കൊടുക്കാൻ അയക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ശരി, അസ്സലാമു അലൈക്കും. ബൈ. വൈൻഡപ്പ്.